വളരെ ലളിതമാണിതൊക്കെ. പക്ഷേ നമ്മൾ അതിതീവ്രമാകുന്നു. അവിടെ ജനങ്ങൾ, ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ വന്ന ആളുകൾ പോലും, പ്രവർത്തകരായി വന്നവർ പോലും വിദ്വേഷത്തിൻ്റെ പകയുടെ തീജ്വാലകൾ ഉള്ളിൽ കുത്തിതറച്ച് ഇങ്ങനെ നടക്കുന്ന അവസ്ഥ കാണും. അതുകൊണ്ട് എന്തും പറയാം, എന്തും കാണിക്കാം, എന്തും ചെയ്യാം. കൊള്ളൽ തന്നെ, വേറെ പണിയൊന്നുമില്ല, നമുക്ക് ഒന്നും ചെയ്യാനുള്ള കഴിവില്ലല്ലോ. നിൽക്കാൻ സ്ഥലം ഉണ്ടായിട്ട് വേണ്ടേ ഒന്ന് എന്തെങ്കിലും മിണ്ടാൻ കേരളത്തിൽ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, അത്ര രൂക്ഷമായ എതിർപ്പുണ്ട്. ഇപ്പം വിശ്വാസം ഇതൊന്നും ഉണ്ടാക്കില്ല. വിശ്വാസം ഉണ്ടാക്കുന്നത് ഈ രീതിയാണ്. അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിൽ ഇത് വളരെ ഭംഗിയായി അൻസിലിന്നാസ മനാസിലഹും, ഈ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 2-3 മിനിറ്റ് കൂടിയുണ്ട്. ഒരു മനുഷ്യന് അവന് ഉൾക്കൊള്ളാവുന്ന അറിവിൻ്റെ വലയത്തിലും കഴിവിൻ്റെ പരിധിയിലും ഈ കാര്യം ബോധ്യപ്പെടുത്തണം. അത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ തൗഹീദ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളുകളോട് തൗഹീദ് എന്ന് പറഞ്ഞിട്ട് അത്തൗഹീദു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അറബിയിൽ പറയണം. കാരണം അറബിയെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അറബി പറയണ്ടേ. ഇനി അതല്ല മലയാളത്തിലാണ് പറഞ്ഞാൽ മനസ്സിലാകണമെങ്കിൽ ആ വാക്ക് വിശ്വാസത്തെ ഏകീകരിക്കലാണ് ഈ വിഷയം. അത് ഏകദൈവ വിശ്വാസം. അപ്പോൾ ദൈവത്തിൻ്റെ ഏകത്വം എന്താണ്, അള്ളാഹുവിൻ്റെ ഏകത്വം, അതിന് കൂടുതൽ വിവരണമൊന്നും വേണ്ട. 112-ാമത്തെ സൂറത്തിൻ്റെ അർത്ഥം വളരെ നന്നായി മലയാളത്തിൽ പറഞ്ഞാൽ മതി. അപ്പോൾ കേട്ടയാൾക്ക് മനസ്സിലായി, അതാണില്ലേ അള്ളാഹു, അതാണ് അള്ളാഹ്. വളരെ കൃത്യമായി മനസ്സിലാവും. ആ വേറെ ഒരു സ്ഥലത്തേക്കും പോകണ്ടല്ലോ. അള്ളാഹുവിനെ പഠിപ്പിക്കുന്നൊരു പ്രബോധന രീതിയാണത്. അപ്പോൾ നമ്മൾ പറയുക, നമ്മൾ ഉൾക്കൊള്ളുക, പറയുന്തോറും നമ്മുടെ മനസ്സിൽ അതിന് ശക്തി ഉണ്ടാവുക, വിശ്വാസം രൂപപ്പെടുക, ശക്തിപ്പെടുക, തൻ്റെ ഇടമാവുക, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. നമ്മൾ ഈ മഹാലോകത്ത് നിർഭയത്വത്തോടെ സുസ്മേരവതരായി സന്തോഷപൂർവം ആനന്ദത്തോടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദാതാവിനെ നന്ദി കാണിച്ച് വളരെ വിനയത്തോടെ ശാന്തഗംഭീരമായി ജീവിക്കും. ലോകത്തെ ആളുകൾക്ക് അത്ഭുതം. അപ്പോൾ എല്ലാവരും ഇനി നമ്മുടെയൊക്കെ മരണശേഷവും ആളുകൾ അതാത് പ്രദേശങ്ങളിൽ പറയും, മക്കളെ ഇങ്ങനെ ഇന്ന ആളുകളുണ്ടായിരുന്നു, അവരെയാണ് കണ്ടുപിടിക്കേണ്ടത്, അവരാണ് മാതൃകയാകുന്നത്, നല്ല ആളുകളായിരുന്നു എന്ന് ജനങ്ങൾ പിന്നീട് പറയും. ഇല്ലെങ്കിൽ ആ കബറടക്കി കഴിയുമ്പോൾ തന്നെ ഒരു 5-10 അടി ദൂരെ മാറി എന്നിട്ട് ഒരു ചടങ്ങായിട്ട് എന്താ അതിന് പറയുക, തസ്ബീഹ്, അത് പറഞ്ഞിട്ട് തിരിച്ചു പോകും. പിന്നെ എവിടെയെങ്കിലൊക്കെ ആളുകൾ പറയുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഓരോ ഓർമ്മയും ഒരു തലമുറയുടെയും പിൽക്കാലത്തുണ്ടാകുന്ന ഓർമ്മ നൊമ്പരപ്പെടുന്ന മനസ്സായ ഒരു പ്രാർത്ഥനയായി രൂപാന്തരപ്പെടുന്നില്ല. ഒരു പ്രാർത്ഥന, മരിച്ചു പോയല്ലോ, അങ്ങനെ ഓർക്കുമ്പോൾ പടച്ചവനെ അദ്ദേഹത്തെ അനുഗ്രഹിക്കണേ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു തോന്നലുണ്ടാകണ്ടേ, അതല്ലേ ദുആ എന്ന് പറയുന്നത്. അതുണ്ടാവില്ല. അതുണ്ടാകാതിരിക്കാൻ കാരണം നമ്മൾ ഉപരിതലത്തിലാണ് ഈ ആശയപ്രചരണങ്ങളൊക്കെ ലോകത്ത് നടത്തുന്നത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ മുജാഹിദ് പ്രവർത്തകരിൽ തന്നെ പൂർവ്വകാല ആളുകളെ ഓർക്കാൻ പോലും പിൽക്കാലത്തെ ആളുകൾക്ക് നേരമില്ല. പിന്നെ ഓർക്കുകയാണെങ്കിൽ തന്നെ ഒരു കമ്പോളവൽക്കരണത്തിന് ഓർക്കാൻ ആളുകൾ സന്നദ്ധമായുള്ളൂ. അതുകൊണ്ടാണ് ഉമർ മൗലവിയൊക്കെ ഒരു സ്മരണികയിൽ അല്ലെങ്കിൽ സ്മരിക്കപ്പെടുന്ന പ്രത്യേകതകളിൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകങ്ങളായി രൂപാന്തരപ്പെടാൻ കാരണം. അതൊക്കെ ഈ ചേരിതിരിവിൻ്റെ ഒരു കാരണമാണല്ലോ. ഞാനിത് കണ്ടിട്ടില്ല കേട്ടോ, എന്നെ നിങ്ങളാർക്കും തോന്നും വേണ്ട, ഞാൻ ആ പുസ്തകം കണ്ടിട്ടില്ല. അത് ഉപയോഗിക്കാൻ കഴിഞ്ഞത് അതിനു വേണ്ടിയാണ്. ഈ എഴുതിയവരും വായിച്ചവരും വായിച്ചുകൊണ്ടിരിക്കുന്നവരും വായിക്കാൻ കൊടുത്തവരും പടച്ചവനെ അദ്ദേഹത്തിനെ അനുഗ്രഹിക്കണേ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉയരുന്നൊരു പ്രാർത്ഥന ഉണ്ടാകുന്നില്ലല്ലോ എന്നത് ഖേദകരമാണ്. മറിച്ച് അംബിയാ മുർസലുകളുടെ ചരിത്രം നിങ്ങൾ ആദ്യം മുതലെടുത്താൽ ഇങ്ങേ അറ്റം വരെയും ഈ ലോകത്തിൻ്റെ അവസാനത്തെ കണ്ണിയായി വരുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ മനസ്സിൽ നിന്നുയരുന്ന പ്രാർത്ഥന മുഴുവൻ നല്ലവരായ സജ്ജനങ്ങളിലേക്കും എത്തുന്ന വാക്കുകളായിരിക്കും. അവൻ്റെ എല്ലാ ദുആയും ഇങ്ങനെയായിരിക്കണം. നമ്മുടെ ഒരു ബന്ധം ഉണ്ടാകണം, ആത്മബന്ധം വർദ്ധിപ്പിക്കണം വിശ്വാസികൾ, മാനസിക ബന്ധം വർദ്ധിപ്പിക്കണം. ഈ ഏകദൈവ വിശ്വാസത്തിൽ അത് കഴിയും. മനസ്സുകൾ ഒന്നാകും, നമ്മളൊന്നാവും, മനസ്സുകൾ ഒന്നാവും, പെരുമാറ്റം ഒന്നാവും, പ്രതീക്ഷകൾ ഒന്നാവും, ടേസ്റ്റുകൾ ഒന്നാവും, പ്രവർത്തനങ്ങൾ ഒന്നാവും. ഇത് പ്രഥമമാകുമ്പോൾ. ഇനി അതല്ലെങ്കിൽ ഇതെല്ലാം 2ാം സ്ഥാനത്ത് വരും. മുസ്ലിം ലോകത്തെന്നല്ല, ലോകത്ത് മനുഷ്യരിൽ ആദർശത്തിൽ വ്യതിയാനം സംഭവിക്കുന്നത് മനുഷ്യരിൽ
എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്ത് നിങ്ങൾ ഒരു ത്രേതായുഗം മുതലുള്ള കഥ എടുത്തു നോക്കിക്കോ. അവിടെയൊക്കെ സംഭവിക്കുന്നത് പണം, അധികാരം, ഇത് മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിച്ചാൽ ഈ മതം രണ്ടാം സ്ഥാനത്ത് വരും. അപ്പോൾ ആ സ്ഥാനത്തേക്ക് പോകും. എപ്പോഴും അങ്ങനെയാണ്. എൻ്റെയൊക്കെ ഒരു 10-30 കൊല്ലത്തെ പരിചയത്തിൻ്റെ ഇടയിൽ മെമ്പറാകാൻ നെയ്ച്ചോറും ബിരിയാണിയും മേടിച്ചു കൊടുത്താൽ പോലും മുജാഹിദ് യൂണിറ്റിൽ മെമ്പറാകാൻ ആളെ കിട്ടാത്ത കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് ഞാനൊക്കെ മനസ്സിലാക്കുന്നത് ഇതിൻ്റെയൊക്കെ മെമ്പറാകലല്ല, ആ ഒരു മെമ്പർഷിപ്പിന് വേണ്ടി ശുപാർശയുടെ ആളുകളുടെ ഫോൺ കാരണം രാജ്യത്തോട് നടക്കാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ശാന്തമായി ഒന്ന് പഠിച്ചാൽ ഇത് മനസ്സിലാവുക. ദീൻ എവിടെയാണ്, ഇസ്ലാം എന്താണ്, വിശ്വാസം എന്താണ്, മരണം എന്താണ്, പരലോകം എന്താണ്, നമ്മുടെയൊക്കെ മനസ്സിൽ ഭയമില്ലേ? ഖുർആൻ 8-ാമത്തെ ഈ വാക്ക് പറഞ്ഞ് നിർത്തുന്നു. ഹിജ്റയുടെ 8-ാമത്തെ വർഷത്തോടടുത്ത സമയം. അപ്പം ബദർ, ഉഹദ്, ബദർ, ഉഹദ്, 2 മഹാ ബൈഅത്തുകൾ, സന്ധികൾ, ഇതെല്ലാം കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട സന്നിഗ്ധ ഘട്ടങ്ങളിൽ സഹാബികൾ അണിനിരന്നു കഴിഞ്ഞതാണ്. അവരുടെ സാന്നിധ്യമാണ് ഇസ്ലാമിന് വളമേകിയത്. നബിയുടെ നിലനിൽപ്പ്, പടച്ചവൻ്റെ അപാരമായ കഴിവുകൾ ഉണ്ടായത്, കുദറത്തുകൾ ഉണ്ടായത്, മുഅ്ജിസത്തിൻ്റെ ഒട്ടനവധി മുഅ്ജിസത്തുകൾ ഉണ്ടായത്, ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ച സഹാബികൾ. ഈ സഹാബികളുടെ ജീവിതത്തിൽ ഹിജ്റയുടെ ഏതാണ്ട് അവസാനത്തേക്ക്, നബിയുടെയൊക്കെ വഫാത്തിൻ്റെ സന്ദർഭത്തിലേക്ക് അടുത്തു വരുമ്പോൾ ഖുർആൻ അവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ വളരെ ശക്തമായി ആഞ്ഞ് സ്പർശിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു. അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ബിദിക്രില്ലാ. വിശ്വാസികൾക്ക് അല്ലാഹു എന്ന് ഓർക്കുമ്പോൾ, കേൾക്കുമ്പോൾ ഭയവും ഭക്തിയും അവരുടെ മനസ്സിൽ ഇനിയും വേണ്ടത്ര ഉണ്ടായിരുന്നില്ലേ? പൂർണ്ണമായൊരു തഖ്വ രൂപപ്പെടണം അല്ലാഹു എന്ന് കേൾക്കുമ്പോൾ. അല്ലാഹുവിനെ ഓർക്കുമ്പോൾ അത് ഉണ്ടാകണം. അതൊരു പൂർണ്ണമായി ഇനിയും ഉണ്ടാകാൻ സമയമായില്ലേ? ഇതൊക്കെ മലക്കുകളെ അയച്ച് സഹായിച്ച, അതിനൊക്കെ സാക്ഷ്യം വഹിച്ച സഹാബുൽ ബദരീങ്ങളുടെയൊക്കെ നെഞ്ചിൽ കീറുന്ന നിലയിലുള്ള ചോദ്യം ചോദിച്ചതാണ് ഖുർആൻ. ഇതൊക്കെ 20 നൂറ്റാണ്ടിൻ്റെ ഇപ്പുറം ഒരുപാട് ചാബല്യവും കുറവുമുള്ള നമ്മളൊന്ന് വായിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടുന്നു. നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ കുറവ്, നമ്മുടെയൊക്കെ അർപ്പണബോധത്തിൻ്റെ കുറവ് എന്നെനിക്ക് തോന്നിപ്പോകാറുണ്ട് പലപ്പോഴും. നമ്മുടെ മനസ്സ്